ഷലോം സഹോദരങ്ങളെ, ഇന്ന് ശബാത്താണ്. അതിനാൽ ശബാത്ത് ഷലോം. ഞാൻ എന്തിനാ എപ്പോഴും വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഷലോം എന്ന് പറഞ്ഞ് നിങ്ങളെ, ഹീബ്രുവിൽ ഷലോം എന്ന് പറഞ്ഞ് നിങ്ങളെ വന്ദനം ചെയ്യുന്നേ എന്നറിയുമോ? ഷലോമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹീബ്രുവിൽ പീസ്, സമാധാനം എന്നാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനമാണ് ഹീബ്രു വേർഡ് നിങ്ങൾ പഠിപ്പിക്കാറ്. ഇന്ന് പഠിപ്പിക്കുന്ന വാക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഷലോം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം പീസ്, സമാധാനം എന്നാണ്. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ആദ്യം അത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ എന്താ പറയുക? ഹലോ, ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ നമസ്കാരം, സുപ്രഭാതം, ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? എന്നാൽ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഈ ഷലോം എന്ന്. എന്ത്? സമാധാനം എന്ന്. കർത്താവും ക്രൂശുമരണത്തിന് ശേഷം യേശുവായും ഷലോം എന്ന് പറഞ്ഞാണ് പ്രത്യക്ഷപ്പെടാറ്. അപ്പോൾ എന്താണ് യഹൂദന്മാർ പരസ്പരം കാണുമ്പോൾ ഈ ഷലോം എന്നൊക്കെ പറയുന്നതിന് അപ്പോൾ എന്താണ്? ലോക ജനതയേക്കാൾ യഹൂദന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് ഈ ലോക ജനതയെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ബൈബിൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ അപേക്ഷിച്ച് ഒരു യഹൂദനുള്ള പ്രത്യേകതയെക്കുറിച്ചാണ് അല്ലേ? ഈ ചില ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാരെ എന്ന് കേൾക്കുമ്പോൾ തന്നെ കലിയാണ്. അതെന്താ? അവർ ദൈവത്തിനെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ കുരിശിനെ കാണുമ്പോൾ അവർ തുപ്പുന്നു, അവർ യേശുവായിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ പ്രത്യേകമായിട്ട് ഇപ്പോൾ യുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവരെപ്പോഴും യുദ്ധം ചെയ്യാണ്, സമാധാനകാംക്ഷികളായിട്ട് അവരെപ്പോഴും യുദ്ധം ചെയ്യാണ്. ഇതൊക്കെയാണ് ഒന്നും അറിയാത്ത, അതായത് ബൈബിളിനെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ പാസ്റ്ററെ മാത്രം വിശ്വസിച്ച് കയ്യിലുള്ള വചനം ഒന്ന് തുറന്നു നോക്കാൻ പോലും നേരമില്ലാത്ത, മടി കാണിക്കുന്ന, ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പോകുന്ന ക്രിസ്ത്യാനിക്ക് യഹൂദനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കാരണം എന്താണ്? അവർ സാത്താൻ രാജാവായിരിക്കുന്ന ഈ ലോകത്തിലെ മക്കളാണ്. സാത്താൻ രാജാവായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ അതായത് ഭൂമിയിൽ 2 രാജ്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 രാജ്യമുണ്ട്. അതായത് ഒന്ന്, യഥാർത്ഥ ദൈവം രാജാവായിരിക്കുന്ന, സാത്താന് കൈയടക്കാൻ പറ്റാത്ത യഹൂദന്മാരുടെ രാജ്യം. 2, സാത്താൻ രാജാവായിരിക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന ബാക്കി ലോക ജനത. അതുകൊണ്ടാണ് യേശുവ പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഇസ്രായേലിനെ കുറിച്ചാണ്, അതായത് യഹൂദന്മാരെ കുറിച്ചാണ് യേശുവ പറഞ്ഞത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി, അതായത് ലോകത്ത് എന്താ നടക്കുന്നേ എന്നൊന്നും അറിയാത്ത ഒരു പൊട്ട ക്രിസ്ത്യാനി ഇത് കേട്ട് കഴിഞ്ഞാൽ ചിരി വരും. അതെന്താ സാത്താന് ഇസ്രായേലിനെ കൈയടക്കാൻ പറ്റാത്തേ എന്ന് ചിന്തിക്കും. അതിന് ബൈബിളിൽ നിന്നുള്ള ചില തെളിവുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ വെച്ചാണ് അല്ലേ? പിന്നീട് അവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യർ പെറ്റുപെരുകി ലോകം മുഴുവൻ നിറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ സാത്താൻ ആദ്യമായി മനുഷ്യനെ തെറ്റിപ്പഠിപ്പിച്ചതും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം തള്ളിക്കളയാൻ വേണ്ടി, പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ചതും എല്ലാം ഈ ഏദൻ തോട്ടത്തിൽ വെച്ചിട്ടാണ്. അപ്പം അതെന്താണ്? ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂസിഫർ മാലാഖ, ആ മാലാഖയാണ് പിന്നീട് സാത്താനായി മാറിയത് എന്നുള്ള. ദൈവത്തെക്കാൾ വലുതാകാൻ പരിശ്രമിച്ചപ്പോൾ അവൻ്റെ ദുഷ്ടത മനസ്സിലാക്കി ദൈവം അവനെയും അവൻ്റെ കൂട്ടാളികളെയും വെട്ടി ഭൂമിയിലേക്കിട്ട കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാത്താൻ മധ്യാകാശത്ത് വെട്ടേറ്റ് കിടക്കുന്നത് ഈ ഏദൻ തോട്ടത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ ഈ ഏദനിൽ മാത്രമാണ് അവന് കാല് ചവിട്ടാൻ പറ്റാത്തത്. ഈ ലോകം മുഴുവൻ അവന് പിടിച്ചടക്കാൻ പറ്റി, അവൻ്റെ രാജ്യമാക്കാൻ പറ്റി. എന്നാൽ ഏദൻ്റെ നിലത്ത് അവന് നടമാടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവിടെ ദൈവരാജ്യമായി അത് നിലകൊള്ളുന്നു. കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതായത് അന്നത്തെ ഏദൻ തോട്ടമാണ് ഇന്നത്തെ ജെറുസലേം, ഏദൻ ഇസ്രായേലും.
അതായത് നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എങ്കിലും ഏദൻ ഇസ്രായേൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ബൈബിളിൽ കുറച്ച് തെളിവുകളുണ്ട്. ദൈവം രാജാവായിരിക്കുന്ന ഒരു രാജ്യത്ത്, അതായത് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് അവന് ആദത്തിനെ കൊണ്ടും ഹവ്വായെ കൊണ്ടും തെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റി ഏദൻ തോട്ടത്തിൽ വെച്ച്. പക്ഷേ പാപം ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ, ഈ തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ. അതായത് പല ക്രിസ്ത്യാനിയും ഇന്ന് തെറ്റിനെ പാപമെന്ന് എന്താണ് പാപം അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് മനുഷ്യന് മനസ്സിലാകാത്ത തരത്തിലുള്ള തെറ്റുകളൊക്കെ പാപമായിട്ടും എന്നാൽ വലിയ വലിയ പാപങ്ങളൊക്കെ വെറും തെറ്റുകളൊക്കെ ആയിട്ടാണ് ഇന്ന് പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പോകുന്നില്ല. മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് തെറ്റ് എന്താണ് പാപം എന്നൊക്കെ. അപ്പം അന്ന് ഏദൻ തോട്ടത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയത് വെറും തെറ്റാണ്, അത് പാപമായിരുന്നില്ല. അപ്പോൾ അവര് തന്ത്രപൂർവം അതായത് സാത്താൻ തന്ത്രപൂർവം ഈ ആദത്തിനെയും ഹവ്വയെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ പുറത്തേക്ക് ചാടിച്ചു, തെറ്റ് ചെയ്യിപ്പിച്ചിട്ട്. പാപം ചെയ്യിക്കാൻ പറ്റില്ലേ? പാപം ചെയ്യിപ്പിച്ചത് എപ്പോഴാണ്? കയീനിലൂടെയാണ് പാപം ചെയ്യിപ്പിച്ച് സാത്താൻ ഈ ലോകത്തിൻ്റെ റൂളറായിട്ട് മാറിയത്. അപ്പോൾ പാപം റൂളറായ ഈ ലോകത്തിൻ്റെ അധിപൻ ആരാണ്? സാത്താനാണ്. ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇന്ന് അതിനെ പറ്റിയല്ല ഞാൻ പറയാൻ വന്നത്. അതായത് അപ്പോൾ ഏദൻ തോട്ടം ജെറുസലേമാണ്, ഇസ്രായേൽ ഏദനാണ്. അപ്പം അതിന് തെളിവ് നമുക്ക് ഉൽപ്പത്തി 2:10 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം ഭൂമിയിൽ ഏദൻ എന്ന ഒരു തോട്ടമുണ്ടാക്കി. അവിടെ പറയുന്നുണ്ട് ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖകളായിട്ട് പിരിഞ്ഞു. ഒന്ന് പീശോൻ, ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, പിന്നെ ഗുൽഗുലുവും ഗോമേതകവും ഒക്കെ ഉണ്ട്. 2 ഗീഹോൻ, കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. അതായത് ആഫ്രിക്കൻ രാജ്യത്തിലൂടെ ബെൻഹി നദി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇസ്രായേലിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പോൾ അതാണ് 2ാമത്തെ നദി. 3 ഹിദക്കേൽ, അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4ാമത്തെ ഫ്രാത്ത്, അത് ഇറാഖിനടുത്ത് കൂടെയാണ് ഒഴുകുന്നത്. അതാണ് യൂഫ്രട്ടീസ് നദി. അപ്പോൾ ഈ 4 നദികളും ഇന്നത്തെ ഇസ്രായേലിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പോൾ അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് ഒഴുകി എന്ന് പറയുന്ന ആ ഒരു തെളിവ് ഇന്ന് ഇസ്രായേലിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പം നമുക്ക് ഇത് തന്നെ മതി, ഇസ്രായേലാണ് അന്നത്തെ ഏദൻ തോട്ടം എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇറാഖിലൂടെ യൂഫ്രട്ടീസ് ഒഴുകുന്നത് കാരണം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇറാഖാണ് ഏദൻ എന്ന്. പക്ഷെ അല്ല, ഇസ്രായേലാണ് ഏദൻ. ഇന്നും ഈ ഗിഹോൺ നദി ബെൻ ഗിഹോൺ എന്ന പേരിലാണ് ഇസ്രായേലിൽ അടിയിലൂടെ ഒഴുകുന്നത്. ഇന്നും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേലാണ് ഏദൻ, ജെറുസലേം ആയിരുന്നു ഏദൻ തോട്ടം. ഈ ലോകത്തിൽ വെറും 0.2% മാത്രമേ ഉള്ളൂ യഹൂദന്. അപ്പം അവരെ സൂക്ഷിക്കാനായിട്ട് ഏദൻ തോട്ട ദൈവം കാത്തു സൂക്ഷിച്ചേക്കാം. അതുകൊണ്ടാണ് അബ്രാഹത്തിനെ ഈ കാനാൻ ദേശം തിരിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ വിചാരിക്കും ഇസ്രായേൽക്കാർ വരുന്നതിന് മുൻപ് ഈ കാനാൻ ദേശത്ത് വേറെ ആളുകളൊക്കെ ജീവിച്ചിരുന്നല്ലോ, അപ്പം അവരിൽ നിന്ന് യുദ്ധം ചെയ്ത് തട്ടിയെടുത്തതല്ലേ ഇത് എന്ന് വിചാരിക്കൂലേ? അത് മാനുഷികമായി ചിന്തയിൽ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഉത്തരം എന്താണ്? ഇതാണ്, അതായത് കാനാൻ ദേശം ശരിക്കും ഇസ്രായേൽക്കാരുടെ ആയിരുന്നു. ആദം അവിടെയായിരുന്നു പാർത്തിരുന്നത്. അതുകൊണ്ടാണ് ആദത്തിൻ്റെ പിൻതലമുറക്കാരായ സന്തതി പരമ്പരകൾക്ക്, തൻ്റെ മക്കൾക്ക് അവരുടെ തന്നെ സ്ഥലമായ ഈ കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ വിശുദ്ധഗിരി എന്ന് ഈ ജെറുസലേമിനെ കാനാൻ ദേശത്തെ വിളിക്കാനായിട്ട് കാരണം. അങ്ങനെ കൊണ്ടുവന്ന് ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയനാണ് യഥാർത്ഥനായ ദൈവം. ഇവിടെ ഞാൻ യഥാർത്ഥമായ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ് എന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഇസ്രായേലിനെ ശരിക്കും ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം കൃഷ്ണമണിയെ പോലെ ദൈവം അവരെ കാക്കുന്നത്. എത്ര വെട്ടിക്കളയാൻ ശ്രമിച്ചാലും ഒരു കുറ്റി ശേഷിക്കും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകും. ഒരിക്കലും നശിച്ചു പോകാതെ ഒരു ചെറു ജനതയ്ക്ക്
ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, അതായത് കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ അത്രയേ ഉള്ളൂ ഈ വലിപ്പം, എന്നിട്ടും ഈ ചെറു ജനതയെ ഈ ലോകം മുഴുവൻ ഭയത്തോടെ ഉറ്റുനോക്കുന്നു. അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത അവർക്കെന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരേ സമയം പല രാജ്യത്തോടും തീവ്രവാദത്തിനെതിരായി യുദ്ധം ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്നും ജീവനുള്ള ദൈവം അവരോട് കൂടെയുണ്ട് എന്നതല്ലേ കാര്യം. ഈ ക്രൂശിൻ്റെ കീഴിൽ ആയുധം വെച്ച് തുണിയില്ലാതെ കണ്ടം വഴിക്ക് ഓടേണ്ടി വന്ന സാത്താന്, തീവ്രവാദികളാണ് സാത്താൻ്റെ ഗുണ്ടകൾ. ആ ഗുണ്ടകളെ വെച്ച് കളിക്കാനേ അവന് പറ്റൂ. കാരണം അവന് ആയുധമില്ല. അവൻ സർവായുധവും ക്രൂശിൻ്റെ കീഴിൽ അവന് വെക്കേണ്ടി വന്നു. അപ്പം സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും, മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഈ പന്നിക്കൂട്ടങ്ങളെ പൊട്ടിത്തെറിപ്പിച്ച് ലോകം മൊത്തം കീഴടക്കി വാഴുന്ന ഈ സാത്താന് യഹൂദനാണ് അപ്പോൾ മുഖ്യശത്രു. കാരണം എന്താണ്? അതായത് ലോകം മൊത്തം അവൻ്റെ ആയിക്കഴിഞ്ഞു. എന്നാൽ ദൈവദൂതന് തുല്യനായ ദൈവത്തിൻ്റെ DNA ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന യഹൂദനെ മാത്രം തോൽപ്പിക്കാൻ അവന് പറ്റുന്നില്ല. ഒരു യഹൂദൻ്റെ വില എന്താണെന്ന് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകും, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ. അതിന് ഉദാഹരണമാണ് ഈ യുദ്ധത്തിന് ബന്ദികളെ വിട്ടയക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു യഹൂദന് പകരം തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത് 100-200 പന്നിക്കൂട്ടങ്ങളെയാണ്. അതെന്തുകൊണ്ടാ? അതായത് സാത്താൻ അറിയാം ഒരു യഹൂദൻ്റെ വില. മനസ്സിലായോ? ഇത് പൊട്ട ക്രിസ്ത്യാനികൾക്കൊന്നും അറിയില്ലെങ്കിലും സാത്താൻ അറിയാം യഹൂദൻ്റെ വില എന്താണെന്ന്. ക്രിസ്ത്യാനി പുരോഹിതൻ പഠിപ്പിച്ച വ്യാജത്തിൽ വിശ്വസിച്ച് യേശുവായുടെ ക്രൂശ് മരണത്തിന് ശേഷം തങ്ങളാണ് പുതിയ ഇസ്രായേൽ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടൊരു ദൈവം, യേശു ക്രിസ്തു അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 2000 വർഷം മാത്രം പഴക്കമുള്ള ഈ ദൈവമാണോ, യേശുവാണോ നിങ്ങളുടെ ദൈവം? അപ്പം അതിന് മുൻപ് ദൈവം ഉണ്ടായിരുന്നില്ലേ? അപ്പം പറയും ആ ദൈവം പിതാവായ ദൈവമാണ്. അപ്പം ആ പിതാവായ ദൈവം എന്തേ? ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പുത്രനായ ദൈവം മാത്രമാണോ നിങ്ങൾക്കുള്ളത്? അതൊക്കെ പോട്ടെ, ഈ പരിശുദ്ധാത്മാവായ ദൈവം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം അത് ഏത് ദൈവത്തിൻ്റെ ആത്മാവാണ്? മുൻപുണ്ടായിരുന്ന പിതാവായ ദൈവത്തിൻ്റെ ആത്മാവാണോ, അതിനുശേഷം നിങ്ങളുടെ മാത്രം ദൈവമായ പുത്രനായ ദൈവത്തിൻ്റെ ആത്മാവാണോ? അതോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വേറെ പുതിയൊരു ദൈവമാണോ? എന്താ പറയുക? പിതാവ് പുത്രനായി വന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞവരുണ്ടാകാം. അങ്ങനെയെങ്കിൽ അതുവരെ കൃഷ്ണമണി പോലെ യഹൂദ ജനതയെ കാത്തുവെച്ച ദൈവം പുത്രനായി വന്നതിന് ശേഷം അവരെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ എടുത്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ബൈബിളിൽ എവിടെയെങ്കിലും കർത്താവിൻ്റെ മരണശേഷം പോലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ അവരെ തള്ളിക്കളഞ്ഞു എന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? തങ്ങൾ കാത്തിരുന്ന ദൈവം തന്നെയാണ് യേശുവ എന്ന് വിശ്വസിച്ചിരുന്ന കുറേ യഹൂദന്മാർ അന്നുണ്ടായിരുന്നു ആദിമസഭയിൽ. ഏകദൈവം എന്ന അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നവരായിരുന്നു ആദിമസഭ. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ത്രിയേക സങ്കല്പം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് തങ്ങൾ പഠിച്ചതിന് വിപരീതമായി കണ്ടപ്പോൾ ദൈവത്തോടുള്ള എരിവ് കൊണ്ട് മാത്രം യഹൂദർ വേർപിരിഞ്ഞു പോയി. മറ്റുള്ളവരുടെ കൂട്ടായ്മ എന്തായി വളർന്നാണ് 100 വർഷമായിട്ട് ഇന്ന് വേർതിരിഞ്ഞു പോയ പല സഭകൾ ഉൾപ്പെട്ട ഇന്നത്തെ ക്രിസ്ത്യൻ സഭ. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ ക്രിസ്ത്യൻ സഭ ഭരിക്കുന്നത് സാത്താനാണ്. അത് ആദിമസഭയിൽ ഉരുവായതല്ല. ക്രിസ്ത്യാനികൾ എന്താ പറഞ്ഞു നടക്കുന്ന യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞു അല്ലേ? നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം പുതിയ നിയമത്തിലെ 11-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയേ. അത് ഫുള്ള് നിങ്ങൾ വായിച്ചു നോക്കിയേ. ജാതികളായ നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ദൈവമാണ് അവരെ കുരുടാക്കിയത്. നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ അവരുടെ ലംഘനം കാരണമായി. റോമർക്കെഴുതിയ ലേഖനം 11:9 പറയാണ്, ദാവീദ് പറഞ്ഞത് അനശ്വരമായെന്ന് പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്. എന്താണ്? അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ, അവരുടെ കണ്ണു കാണാത്ത വിധം ഇരുണ്ടു പോകട്ടെ. കാനാൻ സ്ത്രീ എന്താ പറഞ്ഞത്? മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണ നുറുക്കുകളെങ്കിലും മതി നായ്ക്കളായ ഞങ്ങൾക്ക് അല്ലേ, ജാതികളായ ഞങ്ങൾക്ക് എന്നല്ലേ.
അപ്പം ഇതാണ് ദൈവം ചെയ്തിരിക്കുന്നത്. മേശയിലിരിക്കുന്ന മക്കളെ കുരുടന്മാരാക്കിയിട്ട് ആ ജീവൻ്റെ അപ്പം സ്വന്തം മക്കൾക്ക് മറച്ചു വെച്ചിട്ട് മേശയ്ക്ക് കീഴെയുള്ള നായ്ക്കൾക്ക് കൊടുത്തു എന്ന് കരുതി, ജാതികളായ നിങ്ങൾക്ക് തന്നു എന്ന് കരുതി സ്വന്തം മക്കളെ അവഗണിക്കുമോ? റോമർക്കെഴുതിയ ലേഖനം 11:12 എന്താ പറയുന്നത്? അവരുടെ ലംഘനം നഷ്ടം ജാതികൾക്ക് സമ്പത്ത് വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികമുണ്ടെന്ന് ചോദിക്കണേ. നീ വെറും കാട്ടൊലിവ് തന്നെയാണ്. നാട്ടൊലിവിനോട് ചേർന്ന് നിന്നാലേ നിനക്ക് രക്ഷ കിട്ടുള്ളൂ. നീ നന്ദിയുള്ള നായ്ക്കുട്ടിയാണെങ്കിൽ യജമാനനെ ആക്രമിക്കാൻ വരുന്നത് കാണുമ്പോൾ നീ വെറുതെ ഇരിക്കുമോ? നീ കുരയ്ക്കും, നീ ബഹളമുണ്ടാക്കും അല്ലേ? പക്ഷേ നീ യഹൂദനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ഇന്ന് മാറിയിരുന്ന് ചിരിക്കുകയാണ് നീ ചെയ്യുന്നത്. അങ്ങനെ ചിരിക്കുന്ന നീ ആരാണ്? നീ സാത്താനാണ്. കള്ളൻ വരുമ്പോൾ ആദ്യം നിന്നെ തല്ലിക്കൊന്നിട്ടേ ഈ യജമാനന്മാരെ ആക്രമിക്കൂ. നാം നന്ദിയുള്ള നായ്ക്കളാണ് എങ്കിൽ ഏത് രാജ്യത്തിൽ ജീവിച്ചോട്ടെ, നമ്മുടെ ശരീരം ഏത് രാജ്യത്തിൽ ഇരുന്നാലും നമ്മുടെ ആത്മാവ് യഹൂദനോടൊപ്പമായിരിക്കും. അവർ വിഷമിക്കുമോ നീ വിഷമിക്കും, അവർ ചിരിക്കുമ്പോൾ നീ ചിരിക്കും. അവൻ്റെ ആഘോഷങ്ങളെല്ലാം നിന്റെ ആഘോഷങ്ങളായിരിക്കും. അങ്ങനെയാണോ നീ എന്ന് നീ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ വിചാരിക്കില്ല ഇസ്രായേൽ എന്തിനാ എപ്പോഴും യുദ്ധം ചെയ്യണമെന്ന് അല്ലേ? ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാറില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ തിരിച്ച് നന്നായിട്ട് മാന്തി കൊടുക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഖത്തറിൽ ആ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇസ്രായേലിൻ്റെ ആക്രമണം അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എതിരെയായിരുന്നില്ല, ഹമാസ് തീവ്രവാദികൾക്കെതിരെയായിരുന്നു. അവർക്ക് അങ്ങനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവർ വീര്യം കൂടിയ വലിയ ബോംബൊക്കെ ഇട്ടേനല്ലേ. ആ കെട്ടിടം മുഴുവനായിട്ട് പോലും തകർന്നിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ അവരുടെ ലക്ഷ്യം എന്നത് എന്തായിരുന്നു? ആ ഹമാസ് തീവ്രവാദികളായിരുന്നു, അല്ലാതെ സാധാരണ ജനങ്ങളല്ല. അതായത് ഹമാസ് ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയ പലരെയും ഇന്നും വിട്ടയച്ചിട്ടില്ല എന്ന സത്യം നിങ്ങൾക്കറിയോ? എത്ര പേർക്കറിയാം? നീതികേട് കാണിക്കുന്നവരെ അവർ തിരിച്ചടിക്കും. മുൻപേ പറഞ്ഞിട്ട് മിസൈൽ വിടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, വാണിംഗ് കൊടുത്തിട്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന ഏത് രാഷ്ട്രമുണ്ട് ഇന്ന് ഈ ലോകത്ത്? അത്രയും ന്യായമായിട്ട് യുദ്ധം ചെയ്യുന്ന ഏത് രാജ്യമുണ്ട് ഇന്ന് ഈ ലോകത്ത്? നെതന്യാഹു എന്താ പറഞ്ഞത്? ഹമാസിനെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളെല്ലാം ഹമാസ് അംഗങ്ങളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരികയോ ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ അത് ചെയ്യുമെന്നാണ് പറഞ്ഞത് നെതന്യാഹു. ഈ ഖത്തർ ഞങ്ങൾ സമാധാന കാംക്ഷികളാണ്, ചർച്ചയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഹമാസ് തീവ്രവാദികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് പ്രത്യാഘാതമുണ്ടാകും. അല്ലെങ്കിൽ അവർ ആ ഹമാസ് തീവ്രവാദികളെ പുറത്താക്കട്ടെ. നിങ്ങൾ 2023 ഒക്ടോബർ 7 എല്ലാവരും മനഃപൂർവ്വം മറന്നു പോവുകയാണ്. അന്ന് ഇസ്രായേലിൻ്റെ ഹൃദയം കീറി മുറിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒന്നൊന്നായി ഓരോന്നിൻ്റെയും തല ചിതറിക്കും ഇസ്രായേൽ. അവശേഷിക്കുന്നവർ എവിടെ അഭയം തേടിയാലും ആ കണക്ക് വിട്ടാതെ ഇസ്രായേൽ ആയുധം താഴെ വെക്കില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലും എല്ലാം പർവ്വതീകരിച്ച് കാണിക്കുകയാണ് അല്ലേ? ഇസ്രായേലിൽ മിസൈൽ വീഴുന്നു, ജെറുസലേമിൽ ഭീതി പരക്കുന്നു, എപ്പോൾ സൈറൻ മുഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇസ്രായേലിന് യുദ്ധം പുത്തരിയാണോ? അല്ല. ബൈബിൾ മൊത്തം വായിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇസ്രായേൽ ജനത. എപ്പോഴും ഒരു ശിശു ജനിച്ചു വീഴുന്നത് ഈ യുദ്ധത്തിൻ്റെ നടുവിലേക്കാണ്. തീയിൽ കുരുത്തവർക്ക് വെയിൽ കണ്ട എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമോ? അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ശിശുവായിരിക്കുമ്പോൾ തുടങ്ങി അവർ യുദ്ധം അഭ്യസിക്കുകയാണ്. ഈ ഇസ്രായേലിൽ വീഴുന്ന ആക്രമണങ്ങളെ പർവ്വതീകരിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ ആക്രമിക്കുന്നു, അവരുടെ നശിപ്പിക്കുന്നു എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നോർക്കണം, ഇപ്പോൾ ഗാസയിലിരുന്നു കൊണ്ടല്ല ഹമാസ് ഇസ്രായേലിന് നേരെ നീക്കം നടത്തുന്നത്. തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ഗാസയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഗാസയിലുള്ളവർക്ക് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി അവർ സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് ഗാസയിലേക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇസ്രായേൽ
ആ കെട്ടിടത്തിനെ, ഖത്തറിലെ ദോഹയിലെ കെട്ടിടത്തിനെ ആക്രമിച്ചത്. ആ ഭീകരവാദികളുടെ തല തകർക്കാനാണ്. അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ ഭീഷണിയാകുമെന്ന് ഇസ്രായേലിനറിയാം. അതിലും രസം അതല്ല, ഈ അറബ് രാഷ്ട്രങ്ങളിലെ ഈ സാധാരണ ജനങ്ങൾക്കും ആഗ്രഹം ഈ ഹമാസിനെ തുരത്തണമെന്നാണ്. അവരും ഈ ഇസ്രായേൽ ജനതയ്ക്ക് സപ്പോർട്ടാണ്. 4 നേരം മതം പുഴുങ്ങി തിന്നാതെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമല്ല, രക്ഷകരാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് ക്രിസ്ത്യാനിയെ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ, നമ്മൾ വിളിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് എങ്കിൽ ഇസ്രായേൽ മക്കൾ ആരാണ്? നമ്മുടെ സഹോദരങ്ങളല്ലേ. ലോകം ഒരുമിച്ച് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയാലും ഇസ്രായേലിൻ്റെ നാഥൻ തന്നെയാണ് അവരുടെ സൈന്യാധിപൻ എന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ മക്കളെ അപ്പൻ ഇന്ന് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ക്രിസ്ത്യാനി, നീ ഒന്ന് ഓർക്ക്, നിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ പാടുപെടുകയല്ലേ യഹൂദൻ ഇന്ന് ചെയ്യുന്നത്? ആത്മീയ ഭടന്മാരായ നമുക്കും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. പക്ഷേ സാത്താൻ എന്താണ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത്? ഒരു കരണത്തടിക്കുന്നവർക്ക് മറുകരണം കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയെ പ്രതികരണ ശേഷിയില്ലാത്ത കഴുതകളാക്കുമ്പോൾ ദൈവം തൻ്റെ മക്കളെ സിംഹത്തെ പോലെ പ്രതികരിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ കിടക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. പ്രതികരിക്കാൻ നിനക്ക് പേടിയാണ് എങ്കിൽ നിന്റെ ദൈവം യഥാർത്ഥ ദൈവമല്ല, പേടിത്തൂറിയായ സാത്താനാണ്. ഇതാണ് ഇന്ന് ഒരു യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം. യഹൂദനെ കണ്ട് ഈ ലോകരാഷ്ട്രങ്ങൾ പകയ്ക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇതാണ്. യഹൂദൻ്റെ ദൈവമാണ് ഇന്നും ജീവനുള്ള യഥാർത്ഥമായ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം. അപ്പം സ്വന്തം മക്കളും ദത്തുമക്കളും തമ്മിലുള്ള വ്യത്യാസവും ഇത് തന്നെയാണ്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിശ്ചയിക്കണം. സിംഹത്തിൻ്റെ കൂടെ നിന്ന് സിംഹക്കുട്ടികളാവണോ അതോ കഴുതകളുടെ കൂടെ നടന്ന് കഴുതയെ പോലെ കുരുടൻ്റെ നേതൃത്വത്തിൽ പൊട്ടക്കിണറ്റിൽ വീഴണോ എന്ന് ക്രിസ്ത്യാനിയെ നീ തീരുമാനിക്കണം. അല്ലാതെ എപ്പോഴും യഹൂദന്മാരെ കുറ്റം പറഞ്ഞ് യഹൂദന്മാരുടെ കണ്ണ് ദൈവം തുറപ്പിച്ചോളും. അതിനൊക്കെ ഒരു സമയമുണ്ട്, മനസ്സിലായി? അത് കണ്ണ് തുറപ്പിക്കുന്നത് നീ കണ്ടിട്ടേ നിന്നെ ദൈവം എടുക്കുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പം അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നീ യഹൂദനെ കുറ്റം പറയാതെ, അല്ലെങ്കിൽ യഹൂദൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് യഹൂദനെ കുറ്റം പറയാതെ നീ ചിന്തിക്ക്. നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്, യഹൂദൻ്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ യഹൂദർ നിന്റെ സഹോദരന്മാരാണ്. നിന്റെ പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ആ രാജ്യം അത് സംരക്ഷിക്കാനാണ് യഹൂദൻ നോക്കുന്നത്. അതുകൊണ്ട് നീ കുറ്റം പറയാനെങ്കിലും നീ മാറി നിൽക്കാതെ നീ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യ്. ഞാൻ നിർത്താണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആരുടെ മക്കളാണ്? സിംഹത്തിൻ്റെ മക്കളാണോ അതോ കഴുതയുടെ മക്കളാണോ? ദൈവത്തിൻ്റെ മക്കളാണോ അതോ സാത്താൻ്റെ മക്കളാണോ? അപ്പോൾ ഞാൻ ഇന്ന് ഹീബ്രു നിങ്ങളെ പഠിപ്പിക്കാനിരുന്ന ആ വേർഡ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഷലോം എന്നാണ്. പീസ്, SHALOM, ഷലോം. പീസ് എന്ന് വെച്ചാൽ സമാധാനം. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. ഇസ്രായേലിൻ്റെ ദൈവത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങൾ ഇസ്രായേൽ ദൈവത്തിനോട് ഒപ്പമാണ്, ഇസ്രായേൽ മക്കളോട് കൂടെയാണ്. യഹൂദർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. അപ്പോൾ എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും തോദാ അപ്പ തോദാ.